sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൻ്റെ ഷേപ്പാണ് നമ്മളിവിടെ ബോർഡിൽ കാണുന്നത്. നോക്കുക, ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ്. ആ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്തതാണ് ഇങ്ങനെ നേരെ കുത്തനെ നിൽക്കുന്നത്. p ഓർബിറ്റലിൽ നിന്ന് നീല കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അത് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഓർബിറ്റൽ. അപ്പോൾ ഇതായിരിക്കും ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൻ്റെ ഷേപ്പ്. ഒന്ന് ട്രയഗണൽ പ്ലാനാർ പ്ലെയിനിലാണ്. അതിൽ പിന്നെ ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നോക്കാം, ഇവിടെ ഒരു എത്തിലീൻ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ sp ഹൈബ്രിഡൈസേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നോക്കുക, ഇവിടെ ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്, രണ്ട് ഭാഗത്തും റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് ഹൈഡ്രജൻ ആണ്. ഗ്രീൻ കളറിൽ കാണുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ്. ഒരു കാർബണിൻ്റെ മുകളിൽ 3 എണ്ണം, അപ്പുറത്തെ കാർബണിൻ്റെ മുകളിൽ 3 എണ്ണം. നീല 2 p ഓർബിറ്റലുകൾ നിൽക്കുന്നത് അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലാണ്, ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഓർബിറ്റലാണ്. നോക്കുക, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ 2 കാർബൺ ആറ്റത്തിലുള്ള 3 ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്ന sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഇതിൽ 2 എണ്ണം 2 ഹൈഡ്രജനുമായിട്ട്, ഇവിടെ അവിടുത്തെ 2 എണ്ണം 2 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ബാക്കി മൂന്നാമത്തെ ഒന്ന് ബാക്കി കിടക്കുന്നുണ്ട്. അതാണ് 2 കാർബൺ ആറ്റങ്ങളെയും ലിങ്ക് ചെയ്യാൻ വേണ്ടി എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടന്ന് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. നോക്കുക, ഇനി അപ്പോൾ ഒരു സിഗ്മ ബോണ്ടായി, ഡബിൾ ബോണ്ടിൽ റൈറ്റ് സൈഡിൽ കൊടുത്ത് സിഗ്മ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, കാർബണും കാർബണും, അതിൽ ഒന്ന് സിഗ്മ ബോണ്ടായി. രണ്ടാമത്തെ ബോണ്ട് പൈ ബോണ്ടാണ്. അതുണ്ടാവുന്നത് ഈ മുകളിലും താഴെയും ഡോട്ടിട്ട് കാണിച്ചിട്ടുള്ള ഈ 2 നീല p ഓർബിറ്റൽ. അതിൻ്റെ പ്രത്യേകതയാണ് അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ, ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഓർബിറ്റൽസ് ആണ്. അത് തമ്മിൽ സൈഡ് വേസ് ഓവർലാപ്പിംഗ് നടന്നിട്ടാണ് രണ്ടാമത്തെ ബോണ്ട് പൈ ബോണ്ട് ഉണ്ടാവുന്നത്. അടുത്ത ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസേഷൻ. അതേപോലെ അതിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ നമ്മൾ അസറ്റ്ലീൻ മോളിക്യൂളിൻ്റെ, ഇഥൈൻ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ sp ഹൈബ്രിഡൈസേഷൻ പരിചയപ്പെടുന്നത്. ഓക്കെ, sp ഹൈബ്രിഡൈസേഷൻ, അസറ്റ്ലീൻ ഗ്യാസ് C2H2, അതിൻ്റെ സ്ട്രക്ചർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. CH ട്രിപ്പിൾ ബോണ്ട് CH എന്നാണ് അതിൻ്റെ സ്ട്രക്ചർ. നമുക്കറിയാം, അത് പിന്നെ VSEPR തിയറി ഒക്കെ പറയുകയാണെങ്കിൽ ലീനിയർ ഷേപ്പാണ്. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രിയാണ്. അതേപോലെ 2 എഫക്റ്റീവ് പെയർ, കാർബൺ ആറ്റത്തിന് ചുറ്റും 2 എഫക്റ്റീവ് പെയറുകളാണുള്ളത്. അപ്പോൾ sp ഹൈബ്രിഡൈസേഷനാണ് വരുന്നത്. When one s orbital and one p orbital are hybridized, a set of 2 sp hybridized orbitals oriented at 180 degree results. നമുക്ക് ഇവിടെ sp ഹൈബ്രിഡൈസേഷനാണ് പറയുന്നത്. ഒരു s ഓർബിറ്റൽ ഉണ്ട്, ഒരു p ഓർബിറ്റൽ ഇന്റർമിക്സ് ചെയ്യാം. ബാക്കി 2 pyയും pzഉം ഹൈബ്രിഡൈസേഷന് പങ്കെടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് കിട്ടും. അതിൻ്റെ ഷേപ്പ് ലീനിയർ ഷേപ്പ് ആയിരിക്കും. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എസും ഒരു പിയും മാത്രമേ തമ്മിൽ ഇന്റർമിക്സ് ചെയ്യുന്നുള്ളൂ. സ്ട്രക്ചർ ഓഫ് അസറ്റ്ലീൻ എന്നുള്ള അസറ്റ്ലീൻ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറാണ്. C2H2 ആണ് മോളിക്യൂള്. CH ഡബിൾ ബോണ്ട്, CH ട്രിപ്പിൾ ബോണ്ട് CH, ലീനിയർ സ്ട്രക്ചർ, ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് അവിടെ നമ്മൾ കാർബൺ എടുക്കുന്ന സമയത്ത് sp ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷൻ, എങ്ങനെയാണ് sp ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് കാർബണിൻ്റെ കേസിൽ ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്യാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നാണ് പറയുക. 2s 2 ഇലക്ട്രോണ്, 2p 2 ഇലക്ട്രോൺ. നോക്കുക, ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് 2s 2 ഇലക്ട്രോണ്, 2p 2 ഇലക്ട്രോൺ. ഈ 2s 1 ഇലക്ട്രോൺ എങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടും? 2p പ്രൊമോട്ട് ചെയ്യപ്പെടും. അപ്പോൾ 2s 1 ഇലക്ട്രോണ്, 2p xyz 3 ഇലക്ട്രോൺ. ഇതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, കാർബണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അത് ഒരു 2s 1 ഇലക്ട്രോണ് 2pz പ്രൊമോട്ട് ചെയ്ത സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഈ ഒരു എസും sp ഹൈബ്രിഡൈസേഷൻ നടക്കുന്ന സമയത്ത് ഈ 2s അറ്റോമിക് ഓർബിറ്റലും 2p x അറ്റോമിക് ഓർബിറ്റലും ഇത് രണ്ടും തമ്മിലാണ് ഇന്റർമിക്സ് ചെയ്തിട്ട് 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. ഈ 2p ഓർബിറ്റലിൽ
രണ്ടെണ്ണം ഉണ്ട്. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത രണ്ടെണ്ണം 2p ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ രണ്ട് 2p ഓർബിറ്റ് 2pyയും 2pzഉം ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതെ ഇവിടെ നിൽക്കുന്നു. പിന്നെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്ത ഒരു എസും പിയും കൂടി മിക്സ് ചെയ്ത് രണ്ട് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ബോണ്ടിങ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആ ബോണ്ടിങ് ഫോം ചെയ്യുന്നത് രണ്ട് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് രണ്ട് ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്. ആ ബാക്കിയുള്ള രണ്ട് p ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത രണ്ട് p ഓർബിറ്റൽസ് ആണ് സൈഡ് വേസ് ഓവർലാപ്പിങ്ങിൽ വഴി പൈ ബോണ്ട് ഉണ്ടാകുന്നത്. ഒന്ന് സിഗ്മ ബോണ്ടായിരിക്കും, ബാക്കി രണ്ടെണ്ണം പൈ ബോണ്ടുകളായിരിക്കും. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഈ പിക്ചറിൽ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഈ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഈ py ഓർബിറ്റൽ. ഈ pyയും രണ്ട് കാർബൺ ആറ്റത്തിന്റെ pyകൾ തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടന്ന് ഒരു പൈ ബോണ്ട് ഫോം ചെയ്യും. അടുത്ത പൈ ബോണ്ടിങ്ങിന് അസറ്റ്ലീൻ അടുത്ത പിന്നെ 2pz ഓർബിറ്റലാണ് വൈറ്റ് കളറിൽ കാണിച്ചിട്ടുള്ളത്. ഈ 2pz ഓർബിറ്റലുകൾ തമ്മിലും സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടന്ന് രണ്ടാമത്തെ പൈ ബോണ്ട് ഉണ്ടാകും. അപ്പോൾ ഒന്ന് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകൾ തമ്മിൽ ബോണ്ട് ഫോം ചെയ്ത് സിഗ്മ ബോണ്ട് ഉണ്ടായി. 2pyയും 2pyയും സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടന്ന ഒരു സിഗ്മ പൈ ബോണ്ട് ഉണ്ടായി. 2pzഉം സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടന്ന് ഒരു പൈ ബോണ്ട് ഉണ്ടായി. അങ്ങനെ ഒരു സിഗ്മ ബോണ്ടും രണ്ട് പൈ ബോണ്ട് ഉൾപ്പെടുന്ന ട്രിപ്പിൾ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇവിടെ നമ്മൾ രണ്ട് ബോണ്ടുകളും ഇപ്പോൾ കണ്ടു, 2py ഉണ്ട്, 2pz ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയാണ് എന്തുണ്ടാക്കുന്നത്? രണ്ട് പൈ ബോണ്ടുകൾ ഉണ്ടാക്കുന്നത്. DsP3 ഹൈബ്രിഡൈസേഷൻ. DsP3 ഹൈബ്രിഡൈസേഷന് നമ്മൾ PCl5 മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ DsP2 ഹൈബ്രിഡൈസേഷൻ പരിചയപ്പെടുന്നത്. നമുക്ക് DsP2 ഹൈബ്രിഡ് അല്ലെങ്കിൽ PCl5 മോളിക്യൂളിന് നമ്മൾ VSEPR തിയറി പ്രകാരം ട്രയഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചറാണുള്ളത്. അവിടെ ഒന്ന് ആക്സിയൽ ആംഗിൾ 90 ഡിഗ്രിയും ഇക്വറ്റോറിയൽ ആംഗിൾ 120 ഡിഗ്രിയാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കുക. ഇവിടെ ഒരു 3s, 3 3p, ഒരു 3d. 3s ഒരു 3s ഓർബിറ്റൽ, ഒരു 3d ഓർബിറ്റൽ, 3 3p ഓർബിറ്റൽ. അപ്പോൾ എത്രണ്ണായി? 5 എണ്ണമായി. ഒരു 3s, ഒരു 3d, 3 3p ഓർബിറ്റൽസ്. ഇതെല്ലാം കൂടി 5ഉം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 5 sp3d അല്ലെങ്കിൽ DsP3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കിട്ടുന്നത്. നമുക്ക് ആ DsP3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഓറിയൻറ്റ് ചെയ്യുന്നത്, മാക്സിമം ഡിസ്റ്റൻസിൽ ഓറിയൻറ്റ് ചെയ്യുന്നത് ഈ ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പിലാണ്. A set of DsP3 hybrid orbitals on a phosphorus atom. ഫോസ്ഫറസ് ആറ്റത്തിൽ നമുക്ക് ഇവിടെ 3 എണ്ണം ഒരു പ്ലെയിനിൽ മുകളിലേക്കൊന്നും താഴോട്ടൊന്നും. ഇതാണ് ട്രയഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചർ അല്ലെങ്കിൽ DsP3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിൻ്റെ സ്ട്രക്ചർ ഇതാണ്. അപ്പോൾ ഇതിൽ സെൻട്രൽ ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന് ഇങ്ങനെ ഈ രീതിയിലാണ് അതിൻ്റെ DsP3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ 4 ക്ലോറിൻ ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് ഈ ട്രയഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചറിൽ PCl5 മോളിക്യൂള് കിട്ടുന്നത്. ഓക്കെ, ആ ഒരു സ്ട്രക്ചറാണ് ദി ഓർബിറ്റൽ യൂസ്ഡ് ടു ഫോം ദി ബോൺസ് ഇൻ ദി PCl5 മോളിക്യൂൾ. നമ്മൾ നേരത്തെ കണ്ട ഫോസ്ഫറസ് ആണ് സെൻട്രലുള്ളത്. ഫോസ്ഫറസിന് ചുറ്റും 5 DsP3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ട്. ആ 5 ക്ലോറിൻ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പുള്ള ഇക്വറ്റോറിയൽ ബോണ്ട് ആംഗിൾ 120യും ആക്സിയൽ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയുള്ള മോളിക്യൂള് കിട്ടുന്നത്. D2sp3 ഹൈബ്രിഡൈസേഷൻ. ഇവിടെ D2sp3 ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ VSEPR തിയറി പ്രകാരം പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത് ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. അതേപോലെ തന്നെ അവിടെ ബോണ്ട് ആംഗിള് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് 6 അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ആ അറ്റോമിക് ഓർബിറ്റൽസിൽ വരുന്നത് ഒരു S ഉണ്ട്,
3 പി ഉണ്ട്, 2 ഡി ഉണ്ട്. ഒരു എസും 2 ഡിയും 3 പി ഓർബിറ്റലും. അല്ലെങ്കിൽ ഒരു 3s-ഉം 2 3d-യും 3 3p-യും കൂടി ഇന്റർമിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 6 d2sp3 ഹൈബ്രിഡൈസർ ഓർബിറ്റൽസ് നമുക്ക് കിട്ടും. ആ d2sp ഹൈബ്രിഡൈസർ ഓർബിറ്റൽസ്, d2sp3 ഹൈബ്രിഡൈസർ ഓർബിറ്റൽ സൾഫറിന്റെ ഓറിയന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒക്ടാഹെഡ്രൽ ഷേപ്പ് കിട്ടുന്നത്. An octahedral set of d2sp3 orbitals on a sulfur atom. ഇതാണ് d2sp3 ഹൈബ്രിഡൈസർ ഓർബിറ്റലിന്റെ ഷേപ്പ്. നമുക്ക് ഒരു 4 കോർണറിൽ അതിലേക്ക് 4 എണ്ണം, ഒന്ന് മുകളിലോട്ട് ഒന്ന് താഴോട്ട്, അങ്ങനെ 6 sp3 d2sp3 6 d2sp3 ഹൈബ്രിഡൈസർ ഓർബിറ്റൽസ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സൾഫറിന് ചുറ്റും ഓറിയന്റേഷൻ ഉണ്ടാവും. അതിൻ്റെ ചുറ്റും ഈ 6 d2sp3 ഹൈബ്രിഡൈസർ ഓർബിറ്റൽസുമായിട്ടും 6 ഫ്ലൂറിൻ ആറ്റംസ് ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒക്ടാഹെഡ്രൽ ഷേപ്പിലുള്ള സൾഫർ ഹെക്സാഫ്ലൂറൈഡ് എന്നുള്ള മോളിക്യൂളിൽ സ്ട്രക്ചർ വരുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞ ഷേപ്പുകളുടെ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ്റെ ഒരു കൺസോളിഡേഷനാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾ ഇടത് സൈഡിൽ കൊടുത്തത് നമ്പർ ഓഫ് എഫക്റ്റീവ് പേഴ്സ്, എത്ര ഹൈബ്രിഡൈസ്ഡ് പേഴ്സ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത് 2 3 4 5 6 എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത് അറേഞ്ച്മെൻറ്റ് ഓഫ് പേഴ്സ്, രണ്ടാമത് അതിൻ്റെ ഷേപ്പ്, ഹൈബ്രിഡൈസേഷൻ, അതിൻ്റെ 3 ഡയമെൻഷണൽ പിക്ചറും അതേപോലെ അതിൻ്റെ ബോണ്ട് ആംഗിളും. നമുക്ക് ആദ്യത്തെ നമ്മൾ എടുക്കാം 2 പെയറുള്ളത്. അതിന് ഷേപ്പ് എങ്ങനെയാണ്? ലീനിയർ ഷേപ്പ്, ഒരു വര, ലീനിയർ ഷേപ്പ്. sp ഹൈബ്രിഡൈസേഷനിലാണ് അത് ഉണ്ടാവുക. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. അടുത്തത് 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉള്ളത്. ട്രയഗണൽ പ്ലാനാർ, sp2 ഹൈബ്രിഡൈസേഷൻ, 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ. നാലാമത്തെ 4 ഉള്ളത്, 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉള്ളത്. ഷേപ്പ് ടെട്രാഹെഡ്രൽ, sp3 ഹൈബ്രിഡൈസേഷൻ, ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രി. നോക്കാം, ഈ 3 ഹൈബ്രിഡൈസേഷൻ ഒരു കാര്യം കൂടി പറയാനുള്ളത്, sp ഹൈബ്രിഡൈസേഷനിലെ എസ് ക്യാരക്ടർ 50% ആയിരിക്കും. കാരണം എസും പിയും ആണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എസ്സിന് പകുതി ക്യാരക്ടർ, പകുതി പി ക്യാരക്ടർ. അപ്പോൾ ഒരു sp എടുത്തു കഴിഞ്ഞാൽ പകുതി എസ് ക്യാരക്ടർ ആയിരിക്കും, പകുതി പി ക്യാരക്ടർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസും ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസും കൂടി മിക്സ് ചെയ്തെടുത്ത് നമ്മൾ രണ്ടാമത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ പകുതി മുന്തിരി ജ്യൂസിൻ്റെ ടേസ്റ്റും പകുതി ആപ്പിൾ ജ്യൂസിൻ്റെ ടേസ്റ്റും ആയിരിക്കും. എന്നാൽ sp2 ഹൈബ്രിഡൈസ്ഡ് ആകുമ്പോൾ 33% എസ് ക്യാരക്ടറും 66% പി ക്യാരക്ടറും ആയിരിക്കും. കാരണം 2 പിയും ഒരു എസും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എസ് ക്യാരക്ടർ 3/1 ഉണ്ടാവും, 3/2 ഭാഗം പി ക്യാരക്ടർ ആയിരിക്കും. ഇനി sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിലേക്ക് വരുമ്പോൾ 25% അല്ലെങ്കിൽ 4/1 ഭാഗമേ എസ് ക്യാരക്ടർ ഉണ്ടാവുള്ളൂ. ബാക്കി 4/3 ഭാഗം 75%ഉം പി ക്യാരക്ടറാണ് ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് കാണിക്കുക. 5 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉള്ളതിൻ്റെ ഷേപ്പ് ട്രയഗണൽ ബൈപിരമിഡൽ, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ dsp3, ബോണ്ട് ആംഗിൾ നമ്മൾ പറഞ്ഞു 120 ഡിഗ്രി, ഇക്വറ്റോറിയലും ആക്സിയലും 90 ഡിഗ്രി. 6 ബോണ്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉള്ളത്. ഷേപ്പ് ഒക്ടാഹെഡ്രൽ, d2sp3 ആണ് ഹൈബ്രിഡൈസേഷൻ. ഷേപ്പ് ഒക്ടാഹെഡ്രൽ, d2sp3 ഹൈബ്രിഡൈസേഷൻ. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, നമ്മൾ ഇലക്ട്രോണിക് തിയറി പറഞ്ഞു, കൊസൽ ലൂയിസ് അപ്രോച്ച്, അതേപോലെ VSEPR തിയറി പറഞ്ഞു, വാലൻസ് ബോണ്ട് തിയറി VBT പറഞ്ഞു, ലീനസ് പോളിങ്ങിൻ്റെ. അടുത്ത് വരുന്ന തിയറിയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അല്ലെങ്കിൽ MOT. അപ്പോൾ ദി ഗോൾ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഈസ് ടു ഡിസ്ക്രൈബ് ദി മോളിക്യൂൾസ് ഇൻ സിമിലർ വേ ടു ഹൗ വി ഡിസ്ക്രൈബ് ആറ്റംസ്, ദാറ്റ് ഈസ് in terms of orbitals, orbital diagram and electronic configuration. നമ്മൾ വാലൻസ് ബോണ്ട് തിയറിയിൽ പറഞ്ഞതുപോലെ, നമുക്ക് ആറ്റത്തിൽ പറഞ്ഞ പോലെ, ആറ്റത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ നമുക്ക് ഓർബിറ്റൽസ്, ഓർബിറ്റൽ ഡയഗ്രാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ
മോളിക്യൂൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ ഗോള്. നീഡ് ഫോർ MO തിയറി. വാലൻസ് ബോണ്ട് തിയറി ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദി ബോണ്ടിങ് ഇൻ മെനി സിമ്പിൾ മോളിക്യൂൾസ്. ഇത് രണ്ട് കാര്യങ്ങളാണ് നീഡ്. എന്താണ് ഇതിൻ്റെ ആവശ്യം? ഇതിൻ്റെ ആവശ്യം മറ്റതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്, BBTയുടെ ലിമിറ്റേഷൻസും ആണ്. ഇവിടെ വാലൻസ് ബോണ്ട് തിയറി BBT ഫെയിൽ ടു എക്സ്പ്ലെയിൻ ബോണ്ടിങ് ഇൻ മെനി സിമ്പിൾ മോളിക്യൂൾസ്. ചെറിയ ചില മോളിക്യൂൾസിൽ വരെ ഇതിൻ്റെ ഷേപ്പ്, ബോണ്ടിങ്, ചില മോളിക്യൂൾസിന് ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാലൻസ് ബോണ്ട് തിയറിക്ക് കഴിഞ്ഞില്ല. ദി ഓക്സിജൻ മോളിക്യൂൾ ഹാസ് എ ബോണ്ട് ലെങ്ത് ആൻഡ് സ്ട്രെങ്ത് കൺസിസ്റ്റൻറ്റ് വിത്ത് എ ഡബിൾ ബോണ്ട് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 2 അൺപെയർഡ് ഇലക്ട്രോൺസ്. ഓക്സിജൻ മോളിക്യൂൾസിന് ബോണ്ട് ലെങ്ത്തും ആൻഡ് സ്ട്രെങ്ത് കൺസിസ്റ്റൻറ്റ് വിത്ത് എ ഡബിൾ ബോണ്ട്. ഒരു ഡബിൾ ബോണ്ടിൻ്റെ എന്താണ് ബോണ്ട് ലെങ്ത്തും അതേപോലെ ബോണ്ട് സ്ട്രെങ്ത്തും ഓക്സിജൻ മോളിക്യൂളിനുണ്ട്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 2 അൺപെയർഡ് ഇലക്ട്രോൺസ്. അതിൽ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നു. എന്നിട്ടും അവിടെ ഒരു ഡബിൾ ബോണ്ടിൻ്റെ എന്താണ് സ്ട്രെങ്ത്തും ബോണ്ട് ലെങ്ത്തും കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വാലൻസ് ബോണ്ട് തിയറി predicts the double bond but not the paramagnetism of oxygen. ഓക്സിജൻ്റെ ഡബിൾ ബോണ്ട് പ്രഡിക്റ്റ് ചെയ്യാൻ വാലൻസ് ബോണ്ട് തിയറിക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഈ പാരാമാഗ്നറ്റിക് നേച്ചർ എന്തുകൊണ്ടാണ് ഓക്സിജൻ കാണിക്കുന്നത്, എന്തുകൊണ്ട് ഡയാമാഗ്നറ്റിക് നേച്ചർ കാണിക്കുന്നില്ല എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിക്ക് കഴിഞ്ഞിട്ടില്ല. മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ മറ്റൊരു നീഡാണ് റെസണൻസ് ഈസ് ആൻ അനദർ എക്സാമ്പിൾ ഓഫ് ദി ലിമിറ്റേഷൻ ഓഫ് വാലൻസ് ബോണ്ട് തിയറി. Bond length and bond strength are intermediate between single and double bond or triple bonds. Molecular orbital theory is often a better approach to use with molecules that have extended pi system. നമുക്ക് ഈ മോളിക്കുലാർ ഓർബിറ്റൽ ഒരു റെസണൻസ് എന്നുള്ള കാര്യം ഇത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ വാലൻസ് ബോണ്ട് തിയറിയുടെ ഒരു ലിമിറ്റേഷൻസ് ആണ്. അവിടെ ഈ ബോണ്ട് ലെങ്ത്ത് അതേപോലെ തന്നെ ഈ ബോണ്ടിൻ്റെ സ്ട്രെങ്ത്തൊക്കെ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് വരുന്നത്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ വാലൻസ് ബോണ്ട് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ റെസണൻസിൽ വരുന്ന ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന റെസണൻസ് സ്ട്രക്ചറിൽ വരുന്ന ഈ ബോണ്ട് ലെങ്ത്തും ബോണ്ട് സ്ട്രെങ്ത്തൊക്കെ, ആവറേജ് ബോണ്ട് ലെങ്ത്തും ബോണ്ട് സ്ട്രെങ്ത്തൊക്കെ എങ്ങനെയാണ് വരുന്നത് റെസണൻസ് സ്ട്രക്ചറിൽ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഈ എക്സ്റ്റെൻഡഡ് പൈ ഇലക്ട്രോൺ സിസ്റ്റം, ബെൻസീനിലൊക്കെ ഉള്ള ഈ പൈ ഇലക്ട്രോൺ ക്ലൗഡ്, ആ പൈ ഇലക്ട്രോൺ ക്ലൗഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, പൈ ഇലക്ട്രോൺ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വന്നത്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ അസംഷൻസ് ആണ് electron in molecules present in molecular orbital just like electron in atoms present in atomic orbital. മോളിക്യൂളിൽ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത് മോളിക്കുലാർ ഓർബിറ്റലിലാണ്. ഏതുപോലെ ആറ്റത്തിൽ ഇലക്ട്രോൺസ് അറ്റോമിക് ഓർബിറ്റലിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ മോളിക്യൂൾസിൽ ഇലക്ട്രോൺസ് മോളിക്കുലാർ ഓർബിറ്റലിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മോളിക്കുലാർ ഓർബിറ്റൽ ഈസ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് having nearly same energy and proper symmetry. മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ്. അറ്റോമിക് ഓർബിറ്റൽസ് ഹാവിങ് നിയർലി സെയിം എനർജി ആൻഡ് പ്രോപ്പർ സിമ്മട്രിയും നിയർലി സെയിം എനർജിയുള്ള അറ്റോമിക് ഓർബിറ്റൽ കൂടിച്ചേർന്നിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. മൂന്നാമത്തെ, അറ്റോമിക് ഓർബിറ്റൽ ഈസ് മോണോസെൻട്രിക് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓൺലി വൺ ന്യൂക്ലിയസ്. അറ്റോമിക് ഓർബിറ്റൽ മോണോസെൻട്രിക് ആണെന്ന് പറഞ്ഞാൽ ഒരു സെൻട്രേ ഉള്ളൂ, ഒരു ന്യൂക്ലിയസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ മോളിക്കുലാർ ഓർബിറ്റൽസ് ഈസ് പോളിസെൻട്രിക് ആൻഡ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ മോർ ദാൻ വൺ ന്യൂക്ലിയൈ. ഒന്നിലധികം ന്യൂക്ലിയസുകൾ മോളിക്കുലാർ ഓർബിറ്റലിലെ ഇലക്ട്രോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അറ്റോമിക് ഓർബിറ്റലിൽ ഒരു ന്യൂക്ലിയസേ ഉള്ളൂ, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസേ ഉള്ളൂ. അതുകൊണ്ട് ആ ഇലക്ട്രോണിനെ, അറ്റോമിക് ഓർബിറ്റലിലെ ഇലക്ട്രോണിനെ ഒരു ന്യൂക്ലിയസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എന്നാൽ മോളിക്കുലാർ ഓർബിറ്റലിൽ ഒന്നിലധികം ന്യൂക്ലിയസ് ഉള്ളതുകൊണ്ട് മോളിക്കുലാർ ഓർബിറ്റലിലെ ഇലക്ട്രോണുകളെ ആ
ഒന്നിലധികം ന്യൂക്ലിയസുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്പർ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോംഡ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻഡ്. എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടോ അത്ര എണ്ണം മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും. 2 അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ടു ഫോം 2 മോളിക്കുലാർ ഓർബിറ്റൽസ്. വൺ ബോണ്ടിങ് അല്ലെങ്കിൽ സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽ, മറ്റൊന്ന് ആൻറ്റി ബോണ്ടിങ് സിഗ്മ സ്റ്റാർ. 2 തരത്തിലുള്ള മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഒന്ന് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ BMO എന്നാണ് സൂചിപ്പിക്കുന്നത്, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. മറ്റൊന്ന് ABMO ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. അങ്ങനെ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ടാവും, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ടാവും. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഹാവ് ലോവർ എനർജി ബട്ട് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഹാവ് ഹയർ എനർജി. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ എനർജി കുറവായിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ എനർജി കൂടുതലായിരിക്കും. ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറൗണ്ട് എ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയ ഈസ് ദി മോളിക്കുലാർ ഓർബിറ്റൽ. മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയ, ഒന്നിലധികം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ കാണിക്കുന്നതാണ് മോളിക്കുലാർ ഓർബിറ്റൽ. The electron fill the molecular orbital of the molecules like electron fill in the atomic orbitals of atom. ആറ്റത്തിൽ അറ്റോമിക് ഓർബിറ്റലിൽ എങ്ങനെയാണോ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് മോളിക്യൂൾസിലെ മോളിക്കുലാർ ഓർബിറ്റലിലും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് റൂൾ ഓഫ് പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, അതേപോലെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക അതേപോലെയാണ് മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. Orbitals are wave function. They can combine either constructively or destructively, forming a bond molecular orbital and forming an anti-bonding molecular orbital. നമുക്കറിയാം ഓർബിറ്റൽസ്, അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ വേവ് ഫങ്ഷൻസ് ആണ്. ഈ വേവ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ക്യാൻ കമ്പൈൻ, കൺസ്ട്രക്റ്റീവ്ലി കമ്പൈൻ ചെയ്യാൻ പറ്റും, ഡിസ്ട്രക്റ്റീവ്ലി കമ്പൈൻ ചെയ്യാൻ പറ്റും. അതായത് 2 വേവുകൾ ഇങ്ങനെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കാൻ, രണ്ടും കൂടി ഇങ്ങനെ കൂടി ചേർന്നിട്ട് സ്ട്രെങ്തൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ തമ്മിൽ ക്യാൻസൽ ചെയ്തും പോവാം. ഇങ്ങനെ 2 തരത്തിൽ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാം. ഒന്ന് കൺസ്ട്രക്റ്റീവായിട്ടും മറ്റൊന്ന് ഡിസ്ട്രക്റ്റീവായിട്ടും. കൺസ്ട്രക്റ്റീവായിട്ടാണ് കോമ്പിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ബോണ്ടിങ് ഉണ്ടാവുന്ന മോളിക്കുലാർ ഓർബിറ്റൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലായിരിക്കും, BMO ആയിരിക്കും. ഡിസ്ട്രക്റ്റീവായിട്ടാണ് ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ABMO ആയിരിക്കും. In order to simplify the things, we will consider the interaction of orbitals containing valence electrons to create molecular orbital. ഇതിൻ്റെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, കാരണം നമ്മൾ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം അല്ലെങ്കിൽ വലിയ മോളിക്യൂൾസിൻ്റെ കേസൊക്കെ പരിഗണിക്കുന്ന സമയത്ത് അതിൻ്റെ കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടിയിട്ട്, സിമ്പിളാക്കാൻ വേണ്ടി നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ മാത്രമേ മോളിക്കുലാർ ഓർബിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദ വേവ് ഫംഗ്ഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം എ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എ എന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ ആൻഡ് ഹൈഡ്രജൻ ആറ്റം ബി ക്യാൻ ഇൻട്രാക്ട് ഐദർ കൺസ്ട്രക്റ്റീവ്ലി ഓർ ഡിസ്ട്രക്റ്റീവ്ലി. എ എന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും ബി എന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും വേവ് ഫംഗ്ഷന് കൺസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫറൻസ് നടക്കാം, അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവായിട്ടും ഇൻട്രാക്ട് ചെയ്യാം. മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിലെ കൺസ്ട്രക്റ്റീവ് ഇൻട്രാക്ഷൻ കോമ്പിനേഷനും അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻട്രാക്ഷനുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ psi A psi B എന്ന് കൊടുത്തിട്ടുള്ളത് എ എന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനാണ് psi A. psi B എന്നുള്ളത് ബി എന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അറ്റോമിക് ഓർബിറ്റൽസ്. അപ്പോൾ psi പ്ലസ് ഈക്വൽ ടു psi A പ്ലസ് psi B. ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇൻട്രാക്ഷനാണ്, കോമ്പിനേഷനാണ് നടക്കുന്നത്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്, വേവ്സിൻ്റെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? BMO ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആയിരിക്കും. താഴെ ഡിസ്ട്രക്റ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ psi ഇസ് ഈക്വൽ ടു psi A മൈനസ് psi B. അപ്പോൾ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് നടക്കുന്നത്.
അപ്പോൾ വേവ്സിൻ്റെ കൺസ്ട്രക്റ്റീവ് നടക്കാം, ഡിസ്ട്രക്റ്റീവ് നടക്കാം. കൺസ്ട്രക്റ്റീവ് സൂചിപ്പിക്കുന്നത് പ്ലസും ഡിസ്ട്രക്റ്റീവ് മൈനസും. അപ്പോൾ താഴെ നമ്മൾ കൊടുത്തിട്ടുള്ളത് SiMO, ദറ്റ് ഈസ് ദി Psi A എന്നുള്ള ഒരു എ എന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ Psi A എന്ന അറ്റോമിക് ഓർബിറ്റലും Psi B എന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ Psi B എന്ന അറ്റോമിക് ഓർബിറ്റലും കൂടിയും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടാവും. അതാണ് താഴെ SiMO, മോളിക്കുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ഈക്വൽ ടു Psi A പ്ലസ് ഓർ മൈനസ് Psi B. Psi A പ്ലസ് Psi B എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, Psi A മൈനസ് Psi B എന്ന് പറഞ്ഞാൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. അങ്ങനെ 2 മോളിക്കുലാർ ഓർബിറ്റലുകൾ ഫോം ചെയ്യും.